എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മിൽമയുടെ തിരുവനന്തപുരം റീജിയനിലും അതുപോലെ തന്നെ മലബാർ റീജിയനിലും പുതിയ വിജ്ഞാപനങ്ങൾ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ മിൽമയിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ ഈ വന്ന വിജ്ഞാപനങ്ങളിൽ പ്ലാന്റ് അസിസ്റ്റൻറ്റിനാണ്. നമുക്കറിയാം 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് പ്ലാന്റ് അസിസ്റ്റൻ്റ്. നമുക്കറിയാം ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റത്തതും ഇല്ല. ഓക്കെ, നമുക്ക് മലബാർ റീജിയണിലും തിരുവനന്തപുരം റീജിയനിലും എന്ത് വന്നിട്ടുണ്ട്? പ്ലാന്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പ്ലാന്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിടത്തും അപ്ലൈ ചെയ്യണം. തിരുവനന്തപുരത്തും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ മലബാർ റീജിയനിലും അപ്ലൈ ചെയ്യാം. ഒരുപോലെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. സാലറി സ്കെയിലൊക്കെ സെയിം സാലറി സ്കെയിൽ, ആ മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ബാക്കി എല്ലാ നോട്ടിഫിക്കേഷൻസും ഒരുപോലെ വന്നിട്ടുണ്ട് രണ്ടിടത്തും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷ, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി എന്തായാലും പഠിക്കണം. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് എഴുതുകയും ചെയ്യാം, നമുക്ക് രണ്ടിടത്തും നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. നമുക്ക് ഒരു നല്ല അവസരം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടിടത്തും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാന്റ് അസിസ്റ്റന്റ് മിൽമയുടെ ക്ലാസ്സുകൾ മാസ്റ്റർ കി അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് അസിസ്റ്റന്റ് ആ ഒരു ക്ലാസ്സുകളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റഡി പ്ലാനുകൾ, അതുപോലെ നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്ലാന്റ് അസിസ്റ്റന്റ് മിൽമ ആദ്യ റാങ്ക് നേടാനുള്ള സ്റ്റഡി പ്ലാൻ ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ഇങ്ങനെയുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് ആളുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന, കൃത്യമായിട്ട് അവരൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശീലിക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ സിലബസ് ആദ്യം നോക്കുക. സിലബസ് നോക്കിയിട്ട് ആ സിലബസിനെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അറിഞ്ഞു പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്സിലെയും മാക്സിമം MCQs കളക്ട് ചെയ്യാം. ഓക്കെ, MCQ മാക്സിമം ഓരോ ടോപ്പിക്സിൽ എത്ര ചോദ്യങ്ങൾ വരാം അത് കളക്ട് ചെയ്യാം. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. എന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റഡി പ്ലാൻ നോക്കുന്നതിനോടൊപ്പം തന്നെ ആദ്യം നമുക്ക് പ്ലാന്റ് അസിസ്റ്റന്റിന്റെ സിലബസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് സിലബസ് ആദ്യം നോക്കാം. സിലബസ് നോക്കിയ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ് നമ്മുടെ തസ്തിക പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. നമുക്കറിയാം, പാർട്ട് എ കോർ സബ്ജക്റ്റ് 75% ചോദ്യങ്ങളും ഈ മേഖലയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും അങ്ങനെ 2 തരത്തിൽ നമ്മുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ 75% ചോദ്യങ്ങൾ പാർട്ട് എയിൽ നിന്ന് വരും, പാർട്ട് ബിയിൽ നിന്ന് 25% ചോദ്യങ്ങളും വരും അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് 2ആയിട്ടാണ് സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പാർട്ട് എയിൽ എന്തൊക്കെയാണെന്ന് നോക്കി. പാലും പാലുൽപ്പന്നങ്ങളും അടിസ്ഥാന അറിവ്. നമുക്കറിയാം, പാലും അതിൻ്റെ പാലുൽപ്പന്നങ്ങളെയും ഒക്കെ സംബന്ധിച്ചുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള അറിവാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പാല് സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ. ഓക്കെ, പാല് സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് പറയാം. നമുക്കറിയാം, പാല് സംസ്കരിക്കുന്ന വിവിധ രീതികളിലൂടെ കടന്നു പോയിട്ടാണ്, വിവിധ തരത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് പാല് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിവിധ രീതികൾ, പാലിലടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, പാലിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, പാലിനെ കുറിച്ച് നമ്മൾ A to Z അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് പാലിലടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ, അത് ഏതൊക്കെ റേഷ്യോയിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതുപോലെ പാലിൻ്റെ സാമ്പിളിംഗ് രീതികൾ, സാമ്പിളിംഗ് ടെക്നിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. പാലിൻ്റെ സാമ്പിളിംഗ് ടെക്നിക്ക് അറിഞ്ഞിരിക്കുക. ഡയറി സയൻസ് ആണ് കൂടുതലായിട്ടും പാലിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, പാലിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അവ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ. നമുക്കറിയാം, വിവിധങ്ങളായിട്ടുള്ള നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ പ്രാഥമിക ക്ഷീര സംഘങ്ങളിൽ പോലും ഇപ്പോൾ എന്താണ്, നൂതനമായ ഉപകരണങ്ങളുണ്ട്. അപ്പം അതാണ് മെഷർ ചെയ്യുന്നത്. നമ്മുടെ പാലിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, പാലിനുള്ള തുക നമുക്ക് തരുന്നത് അല്ലേ. അപ്പം വിവിധങ്ങളായിട്ടുള്ള മെഷീൻസ് ഉണ്ട്, വിവിധങ്ങളായ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള മെഷീൻസ് നമ്മുടെ പ്ലാന്റുകളിലുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണ്, അവ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ ഘടകങ്ങളൊക്കെ നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടി വരും. പാലിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഓക്കെ, ഡയറി പ്ലാന്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ ജില്ലകളിലും ഇപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ നമുക്ക് പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൽ ഒരുപാട് ഉപകരണങ്ങൾ, വലിയ വലിയ വലിയ
ടെക്നോളജി ഇപ്പം വലിയ വികസിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകരണങ്ങളാണ്, അതിനൂതനമായ ഉപകരണങ്ങൾ, ഏതൊക്കെ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊക്കെ ഉപകരണങ്ങൾ കൊണ്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നമുക്ക് എവിടെ പഠിക്കേണ്ടി വരും? ഡയറി പ്ലാനിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ ആ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കറിയാം മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാൽ ഉൽപ്പന്നങ്ങൾ. ഓക്കെ, നമ്മുടെ പ്രാദേശികമായിട്ട് തന്നെ നമ്മുടെ റീജിയനുകളുണ്ട്. അതായത് മിൽമയുടെ മലബാർ റീജിയനിലായാലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം റീജിയനിലും ഒക്കെ അവരായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്, വിവിധങ്ങളായ പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? അതിൽ നമുക്ക് പഠിക്കേണ്ടത് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, ഓക്കെ, അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രവൃത്തികൾ ഏതൊക്കെയാണ്, പാല് സംസ്കരിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സുകളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ് കെമിക്കലുകൾ ഏതൊക്കെയാണ്, പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ. നമുക്കറിയാം ഭക്ഷ്യസുരക്ഷാ നിയമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളിൽ നമുക്ക് അതിന്റെ മാനദണ്ഡങ്ങൾ, പാലിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ തുടങ്ങി വിവിധങ്ങളായ ഘടകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊതുവായ വ്യക്തി ശുചിത്വ രീതികളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് 75% ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് പഠിക്കേണ്ടി വരുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ ടോപ്പിക്സ് ആണ്. പക്ഷെ ഇതിനകത്തോട്ട് ആഴത്തിൽ ഇറങ്ങി പഠിക്കാനുണ്ട്. ഇതിനകത്ത് തന്നെ കുറെ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ, നമുക്ക് ഒന്നാമത് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോർ സബ്ജക്റ്റ് 75% ആണ് ഈ മേഖലയിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇതിനുള്ളിൽ കുറെ ടോപ്പിക്സുകളുണ്ട്. ഈ ഒരു ടോപ്പിക്കുകളുടെ എല്ലാം ഉള്ളിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവയെല്ലാം കൃത്യമായിട്ട് പഠിച്ചറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, സ്കോർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതുപോലെ തന്നെ പാർട്ട് ബി നോക്കിയേ മക്കളെ. പാർട്ട് ബി എന്തുവാന്ന് നോക്കിയേ. പാർട്ട് ബി അലൈഡ് സബ്ജക്റ്റ് ആണ്. 25%. നമുക്ക് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ 75% ചോദ്യങ്ങൾ, 75 മാർക്ക് പാർട്ട് എന്നും 25 മാർക്ക് പാർട്ട് ബി എന്നും ആയിരിക്കും വരുന്നത്, അല്ലേ? അപ്പൊ നോക്കിയേ, പാർട്ട് ബിയിൽ എന്തൊക്കെയാണ് അലൈഡ് സബ്ജക്ട്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? മിൽമയെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ്, മിൽമയുടെ രൂപീകരണം മുതൽ, ഓക്കെ, മിൽമ എന്ന സഹകരണ സംഘം രൂപീകരിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഏത് വർഷം രൂപീകരിച്ചു, എങ്ങനെയാണ് രൂപീകരിച്ചത്, അപ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് തുടങ്ങി മുഴുവൻ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അടിസ്ഥാന അറിവ്. ഓക്കെ, അതിന് എവിടെയൊക്കെ പ്ലാന്റുകളുണ്ട്, മിൽമ തിരുവനന്തപുരം റീജിയനിൽ കീഴിൽ ഏതൊക്കെ ജില്ലകളാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ പ്രോസസ്സുകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും മിൽമയെക്കുറിച്ച് അടിസ്ഥാന അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രം. ഓക്കെ, മിൽമ ഉണ്ടായതിനു ശേഷം യൂണിയൻസ് ഉണ്ടായി, റീജിയണൽ അതാ പറയുക 3 മേഖലകളായിട്ട് നമ്മുടെ മിൽമ യൂണിയനെ തിരിച്ചു. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചരിത്രം, തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ദർശന ദൗത്യം, മൂല്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള അവബോധം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എന്താണ്? നമുക്കറിയാം നമ്മുടെ അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ക്ഷീര സംഘങ്ങൾ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒരുപാട് വരുമാനം കർഷകർക്ക് നൽകുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടുപുറങ്ങളിലെ പാൽ സൊസൈറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഈ പാൽ സൊസൈറ്റികളിൽ കർഷകർ നൽകുന്ന പാലാണ് അവിടെ സംഭരിക്കപ്പെടുന്നത്. അവർക്ക് കൃത്യമായ ഒരു തുക ആര് കൊടുക്കും? ക്ഷീരസംഘങ്ങൾ കൊടുത്താണ് ഇത് സംഭരിക്കുന്നത്. ഇത് സംഭരിച്ചിട്ട് ഈ പാലെല്ലാം എവിടോട്ടാണ് വരുന്നത്? മിൽമയുടെ വിവിധ പ്ലാന്റുകളിലേക്കാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ അവിടെയാണ് ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം അവിടെ നടക്കും. അത് പ്രൊഡക്റ്റുകളായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീരസംഘങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീരസംഘങ്ങളുടെ ആ ഒരു സ്വാധീനം എന്തൊക്കെയാണ്? അതുപോലെ തന്നെ മിൽമ വിവിധങ്ങളായ പദ്ധതികൾ താഴെ തട്ടിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിവുകൾ. ഒരു പ്ലാന്റ് അസിസ്റ്റന്റിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് സംബന്ധിച്ചുള്ള അറിവുകൾ. നമുക്കൊരു അപകടമൊക്കെ പറ്റിയാൽ, ഒരു പ്ലാന്റിൽ ഒരു അപകടം പറ്റിയാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് തുടങ്ങി മുഴുവൻ അറിവുകളും ബേസിക് നോളജ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അടിസ്ഥാന
അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനം, ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പൊ നമുക്കറിയാം ഇത് അടിസ്ഥാന ഗണിതം ഏതൊക്കെ ടോപ്പിക് ചോദിക്കുമെന്ന് പറയുന്നില്ല, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു PSC ലെവൽ, ഒരു 10th ലെവൽ PSC എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് 10th ലെവൽ ചോദിക്കുന്നത് ആ ടോപ്പിക്സുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ, അപ്പൊ അടിസ്ഥാന ഗണിതമായി, അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനമായി, അതുപോലെ തന്നെ സ്വന്തം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മേലധികാരിക്ക് മലയാളത്തിൽ കത്തെഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മൾ സ്കൂൾ തലം മുതൽ, സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കത്തെഴുത്ത് പഠിച്ചിട്ടുണ്ട്. വിവിധങ്ങളായി കത്തെഴുതാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മലയാളത്തിലും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മലയാളത്തിൽ എഴുതിയാൽ മതി. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക ആവശ്യം, ഒരു ലീവ്, അല്ലെങ്കിൽ മറ്റ് ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഫ്രമും ഡൂ ഒക്കെ വെച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ വെച്ച് കൃത്യമായിട്ട് എഴുതി അത് കൊടുക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കത്തെഴുതാനുള്ള കഴിവുണ്ടാവണം. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് റാങ്ക് പട്ടികയിലൊക്കെ മുന്നിലെത്താൻ പറ്റൂ. മാത്രമല്ല പരീക്ഷയ്ക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ കീ അക്കാഡമി ഇതിൻ്റെ പ്ലാന്റ് അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അതിനൊരു ടോപ്പിക്സ് എന്താ, നമ്മൾ എവിടെ തുടങ്ങി, സിലബസിൽ നിങ്ങളിപ്പോൾ ഈ സിലബസ് കണ്ടു, പാർട്ട് എയും പാർട്ട് ബിയും കണ്ടു. പാർട്ട് എയിൽ എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് പുതിയ ടോപ്പിക്സ് ആണ്. ഡയറി സയൻസ് ഒക്കെ പഠിച്ച ആളുകളുണ്ട് VHSCയിലൊക്കെ. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ഈ പാലിനെ സംബന്ധിച്ച്. ബാക്കി 25% അലൈഡ് സബ്ജക്റ്റ് അവർക്കും പുതിയ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ആദ്യം തയ്യാറാക്കുക. ഈ വീക്ക് ഞാൻ എവിടെ വരെ പഠിക്കും, ഈ വീക്കിൽ എവിടെ വരെ പഠിച്ചിട്ട് ഞാൻ എത്ര പരീക്ഷകൾ എഴുതും, എത്ര ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യും ഓരോ ടോപ്പിക്കിൽ നിന്നും. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും നമ്മൾ സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു പരിശീലനം ഉണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും നമ്മുടെ മുന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി മാക്സിമം ചോദ്യങ്ങൾ എത്തും. അത് തന്നെ പഠിച്ചാൽ മതി. അത് തന്നെ പഠിച്ചിട്ട് നമ്മുടെയും കൂടെ ഒരു എഫർട്ട് അതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും 2026 ഈ ജോലിക്ക് കയറാൻ കഴിയും. കാരണം ഒരുപാട് ലേറ്റ് ആകത്തില്ല. പെട്ടെന്ന് തന്നെ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ്. അല്ലെങ്കിൽ ഈ മിൽമ വിളിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകളും പെട്ടെന്ന് തന്നെ നിയമനം നടക്കും. 2026 ജൂണിന് മുമ്പായിട്ട് മിക്കവാറും നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ 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 നമുക്കറിയാം ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, 10ാം ക്ലാസ്സുകാർ മാത്രമേ ഉള്ളൂ. വളരെ വളരെ ഗൗരവതരമായിട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതിയാൽ മതി. മലയാളത്തിൽ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് മിൽമയുടെ. നിങ്ങൾ ആ സ്കെയിൽ ഓഫ് പേ കൂടി നോക്കുക. ബേസിക് പേ സ്കെയിൽ തന്നെ 23,000+ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ കൂടി ഉള്ളൊരു ജോലിയാണ് പ്ലാന്റ് അസിസ്റ്റന്റിൻ്റെത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനോട് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം. ആദ്യം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കണം. സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ചിട്ട് അതിൻ്റെ മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പരിശീലിക്കണം. മാക്സിമം ചോദ്യങ്ങൾ നമ്മുടെ നോട്ട്സ് എല്ലാം പ്രിന്റബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റാക്കി തന്നെ നോട്ട് കയ്യിൽ വെക്കാം. അത് തന്നെ നോട്ട് ചെയ്ത് ക്ലാസ് കണ്ട് പോയി അതിനുശേഷം മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് പരിശീലിപ്പിക്കും. നോക്കിയേ, വീക്ക്ലി സ്റ്റഡി പ്ലാൻ 1 ആണ്. വീക്ക്ലി സ്റ്റഡി പ്ലാൻ, ആദ്യത്തെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, മിൽമയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ചെറിയ ടോപ്പിക്സുകളെ തന്നിട്ടുള്ളെങ്കിൽ പോലും ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏകദേശം 1-ലധികം ചോദ്യങ്ങൾ വരും. കാരണം നമുക്ക് ലിമിറ്റഡ് ആണ് നമ്മുടെ സിലബസ്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കിൽ നിന്ന് 1-ലധികം ചോദ്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ മിൽമ അടിസ്ഥാന വിവരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉള്ളോട്ട് ഇറങ്ങി പഠിക്കേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, കുറേ വർഷങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, കുറേ പ്രൊഡക്റ്റുകൾ മറ്റു അതിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ്. അപ്പോൾ മിൽമ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത് നമുക്കറിയാം കർഷകർക്കായിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളുണ്ട്. മിൽമയെ സംബന്ധിച്ച് മിൽമ പ്രായമായ കർഷകർക്ക്, ഇത്ര വയസ്സിന് മേലുള്ള കർഷകർക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവ ബദ്ധകളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. ക്ഷേമ പദ്ധതികൾ നിരവധി ഇടയ്ക്ക് നമ്മുടെ ക്ഷീരസംഘങ്ങൾ വഴി കർഷകരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്ഷീര സംഘങ്ങൾ വഴി
ജനങ്ങളിലേക്ക് എത്തുന്ന മിൽമയുടെ പദ്ധതികൾ എന്തൊക്കെയാണ്, ഈ ഒരു പ്രായത്തിന് മുകളിലുള്ള സീനിയർ ആയിട്ടുള്ള കർഷകർക്ക് എന്തൊക്കെയാണ് അവരുടെ പദ്ധതികൾ. അപ്പോൾ പുതിയ പുതിയ പദ്ധതികളൊക്കെ മിൽമ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള അറിവുണ്ടാവണം. ഉറപ്പായിട്ടും ഈ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് ആഴത്തിൽ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് കുറച്ച് സമയം മെനക്കെട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പദ്ധതികളെ സംബന്ധിച്ച് പദ്ധതികൾ തുടങ്ങിയ വർഷങ്ങൾ അത് നടപ്പിലാക്കിയിട്ടല്ല, ആദ്യം നടപ്പിലാക്കിയത് എവിടെ, ഏതൊക്കെ റീജിയനിലെ കീഴിൽ ഇപ്പോൾ പദ്ധതികളുണ്ട്, ആ പദ്ധതിയുടെ പേരെന്താണ് തുടങ്ങി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റഡി പ്ലാൻ തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 1 വീക്കിനുള്ളിൽ മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഇതിൻ്റെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷ എഴുതി ഡൗട്ട് ക്ലിയർ ചെയ്തത്, അതായത് നമ്മുടെ കോഴ്സ് മെൻറ്റർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് പോകാം, ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതി പിന്നെ വരുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ റിവിഷൻ എക്സാംസും ഉണ്ട്. നമ്മൾ ഒരു 2 വീക്ക് കഴിയുമ്പോൾ റിവിഷൻ എക്സാം, 2 വീക്കിൽ എന്താ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ എക്സാം. അങ്ങനെ കൃത്യമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. മാസ്റ്റർ കെ അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.